ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? പിന്നെ എന്താ പറയുക, ഇന്നിപ്പോൾ നമ്മൾ ഒരു ഏലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എളുപ്പം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ചായ കൂട്ടാനും ഒരു ഏലാഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തത് ഒരു 2 കായ് പഴം ഞാൻ എടുത്ത് മുറിച്ചതിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്ത് ചെറുകിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ ശേഷം ഒരു ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരി അതും എടുത്ത് പൊരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സ്പൂൺ നെയ്യ് വെച്ചിട്ട് പിന്നെ ഇത്തിരി ഏലക്കായൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ് പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരങ്ങൾ എടുത്താൽ മതി. എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണിലേക്ക് 2 സ്പൂണിലേക്കുള്ള അവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മധുരങ്ങൾക്ക് ആവശ്യത്തിന് പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഞാനിതിൽ ഒരു 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. അപ്പം നമുക്ക് ഇതിപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏലാഞ്ചി ഉണ്ടാക്കണമെന്നില്ല. അപ്പം നമുക്ക് ഇതിനൊരു മാവ് തയ്യാറാക്കണേ. മാവ് കലക്കിയിട്ട് റെഡിയാക്കി ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇതിന് മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് മൈദയാണ് എടുത്തത്. ഒരു 300 മൈദ ഉണ്ടാകുക. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു 2 തരി ഉപ്പ് ഞാനിടെ. പിന്നെ നമുക്ക് അതിൽ വേണ്ടത് ഒരു കോഴിമുട്ടയാണേ. നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി വെള്ളം പാർന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടല്ലാതൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കണേ. നമ്മൾ സാധാ ദോശമാവിനേക്കാൾ ലക്ഷം കട്ടി കുറയണം കേട്ടോ. കട്ടി കുറഞ്ഞാലേ നമുക്കിത് നേർമയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് കടയിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. വേഗം തന്നെ കടി പെട്ടെന്നൊക്കെ തീർന്നു പോകുമ്പോൾ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടിയാണിത്. അപ്പോൾ ഇത് വേഗം ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കലാണ്. ഇഷ്ടംപോലെ 10, 30, 40, 50 ഒക്കെ പീടികയിൽ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ കടയിൽ വേഗം നല്ലോണം പോണ സാധനമാണ്. എണ്ണ ഇല്ലാത്ത കടിയാണല്ലോ, അതുകൊണ്ട് എണ്ണ അധികം ഇല്ലാത്ത കടിയായതുകൊണ്ട് നല്ലോണം പോണ സാധനമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഇത് മതി കേട്ടോ. അതാ കണ്ടില്ലേ അത്ര നേർമ ആണേ, ലൂസാണേ മാവ്, അധികം ടൈറ്റ് ആക്കരുത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വെക്കണേ. നമുക്ക് ഇതിലിട്ട പഞ്ചസാര ഒന്ന് അലിഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാലയും മാവും രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഏലാഞ്ചി ഉണ്ടാക്കിയെടുക്കാം. ഇത് മൈദയാണ് കേട്ടോ. ഇതിൽ ആട്ടയാകുമ്പോൾ പിന്നെ ആട്ട നമ്മൾ കൂട്ടുമ്പോൾ ഇത് പൊട്ടിപ്പോകും കേട്ടോ. മൈദയാണ് ഞാൻ എടുക്കൽ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ശേഷം പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ വീട്ടിലാകുമ്പോൾ നമുക്ക് എന്താ പറയുക, കുറച്ച് ആട്ടപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്തായാലും മൈദയാണ് നല്ലത്, ഭംഗി വരിക. ശേഷം ആട്ടപ്പൊടിയൊക്കെ നിങ്ങൾക്ക് വീട്ടിലാകുമ്പോൾ ഇട്ട് കൊടുക്കാൻ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് വേണം നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലും ചൂടാട്ടോ. മീഡിയം ചൂടായിരിക്കണേ. ഒരു മീഡിയം ചൂടിൽ മാത്രമേ ഭാഗം നോക്കാവൂ. അധികം ചൂടാകരുത് കേട്ടോ. അധികം ചൂടായാൽ ഇത് ഇങ്ങനെ പിന്നെ കണ്ടോ ഇങ്ങനെ ഓട്ടയായിട്ട് വരും. അപ്പോൾ ഒരു ചട്ടി ചൂടാകുക എന്നല്ലാണ്ട് തീ ഉണ്ടാവാൻ പാടില്ല. ഒരു മീഡിയം ചൂടിൽ അങ്ങനെ പാർന്നിട്ട് നമുക്ക് ഏലാഞ്ചി റെഡിയാക്കി എടുക്കാം.
ഒന്ന് തിരിച്ചൊന്ന് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ചിടേണ്ട ആവശ്യമില്ല ഏലാഞ്ചി, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്ന് തിരിച്ചിടാന്ന് മാത്രമേ ഉള്ളൂ. വേഗം തന്നെ കേട്ടോ. തിരിച്ച് മറിച്ചിട്ടിട്ട് തീരെ വെക്കരുത് കേട്ടോ. മറിച്ചിട്ടാൽ തീരെ വെക്കരുത്. ഇങ്ങനെ കാണുകയോ ചെയ്യും. അങ്ങനെ ഉണ്ടാവാം കേട്ടോ. അങ്ങനെ ഉണ്ടാവാം. അത് നമുക്ക് എന്ത് ചെയ്യാത്ത ഇവിടേക്ക് മാറ്റി വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ചൂടോടെ തന്നെ ഇതിങ്ങനെ എടുത്തിങ്ങോട്ട് ഇടുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ചൂടോടെ തന്നെ അതിലേക്ക് നമുക്ക് മസാല കോരി വെച്ചിട്ട് ഇങ്ങനെ കോരി വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഇതിങ്ങനെ ഇത് ഞാൻ നല്ല ഭാഗമല്ല കേട്ടോ. അതാണ്ടോ ആമ്പറം മറിച്ച് അടിഭാഗമാണ് മുകളിലോട്ട് വെച്ചത് കേട്ടോ. അടിഭാഗം മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി വെച്ചത്. അടിഭാഗം മുകളിലും മറ്റേ ഭാഗം അടിയിലേക്കുമായിട്ടാണ് വെച്ചത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇങ്ങനെ ചുരുട്ടി ഈ ചൂടോടെ തന്നെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. നമുക്ക് അങ്ങനെ ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നമുക്ക് ശേഷം നെയ്യ് തേച്ച് കൊടുക്കാം. കണ്ടോ, ശേഷം നെയ്യ് നമുക്ക് ഇതിൻ്റെ മുകളിൽ തേച്ചും കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള മസാല കോരിയിടുക. എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോരിയിടാം. കോരിയിട്ടിട്ട് നമുക്ക് എന്താക്കാം, ചൂടോടെ ചട്ടിയിൽ നിന്ന് ഓരോന്നും ഇങ്ങോട്ട് എടുക്കുന്നതിനനുസരിച്ച് അത് കോരി വെച്ച് ചുരുട്ടി ഇടണം. തണുന്ന് പോകരുത്. പഴത്തിലൊരു ചൂട്, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചൂട് കിട്ടിയൊന്ന് സെറ്റ് ആവണം. പഴം സെറ്റ് ആവണമെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ ഇത് ചെയ്ത് കൊടുക്കണം. ലേശം നെയ്യ് വരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ അന്ന് മഞ്ഞപ്പിത്തത്തിൻ്റെ പച്ചമരുന്നിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇനി ഷെയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.